السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട്, പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട്, എല്ലാവിധ പോരിശയും നിറഞ്ഞു നിൽക്കുന്ന ഈ മഹനീയമായ രാത്രിയിൽ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നിന്റെ ഇജാബത്ത് തരണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റണേ പടച്ചവനെ, രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങൾ എല്ലാം നീക്കി ഞങ്ങൾക്ക് സന്തോഷം റാഹത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലും റാഹത്തുമാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും പ്രഗത്ഭമായ ദിനങ്ങളാണല്ലോ അവസാനത്തെ 10. ആ അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. അതേപോലെ തന്നെ 23-ാം രാവിലാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഇന്ന് പ്രത്യേകം ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ള ഇമാം ഷാഫി തങ്ങളൊക്കെ ലൈലത്തുൽ ഖദർ ആകുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുള്ള രാവാണ് നമ്മുടെ മുന്നിലേക്ക് കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രതീക്ഷിക്കണം. നമ്മൾ പ്രത്യേകം ആ രാവിൽ ചൊല്ലേണ്ട ദിക്റുകൾക്ക് പരിഗണന കൊടുക്കണം, ഓതേണ്ട സൂറത്തുകളെ പരിഗണിക്കണം. അതോടൊപ്പം നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ പോരിശ മുഴുവൻ വേണം, അതിന്റെ ബറക്കത്ത് വേണമെന്ന് ദുആർക്കണം. അൽഹംദുലില്ലാഹ് ഇന്നത്തെ രാവിൽ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ദുആ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലണം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. اللهم اغسلني فيه من الذنوب وطهرني فيه من العيوب وامتحن فيه قلبي لتقوى القلوب يا مقيل عثرات المذنبين. അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇതിന്റെ കൂലി പരിപൂർണമായി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ ഇന്നാകുമെന്ന് വലിയ മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ള ഒരു രാവും കൂടെ 23-ാം രാവ്. അപ്പോൾ ഇന്നിന്റെ തറാവീഹ് ആ ഒരു പോരിശ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ അല്ലാഹു നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ സ്വർഗത്തിൽ ഒരുക്കി വെക്കുമെന്നാണ്. ബനല്ലാഹു ലഹു മദീനത്തൻ ഫിൽ ജന്ന. സ്വർഗത്തിലൊരു മദീന തന്നെ അവർക്ക് അല്ലാഹു പകരം കൊടുക്കും. ഇന്നത്തെ 20 റക്അത്തിന് പകരം. അല്ലാത്ത പോരിശയാണ്, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. ആദ്യമായി ലൈലത്തുൽ ഖദറിന്റെ കൂലി കിട്ടാൻ 3 വട്ടം ചൊല്ലേണ്ട ദുആ, പരിശുദ്ധമായ ദിക്ർ എൻ്റെ കൂടെ എല്ലാവരും പറയാം, തെറ്റുകൂടാതെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം. لا إله إلا الله الحليم الكريم سبحان الله رب السماوات السبع ورب العرش العظيم. لا إله إلا الله الحليم الكريم سبحان الله رب السماوات السبع ورب العرش العظيم. തഖബ്ബലല്ലാഹ്. ഇത് 3 വട്ടം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദറിന്റെ പോരിശേരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വലിയ ഓഫർ റഹ്മാനായ റബ്ബേ, ഈ ചൊല്ലിയ ഞങ്ങൾക്കൊക്കെ നീ തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് 3-ാമത്തെ 10-ൽ ചെയ്യേണ്ട ദുആ നമുക്കൊന്ന് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. ഇനി ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങൾ ലഭിച്ച് അള്ളാഹുവിന്റെ അഫു കിട്ടാനുള്ള ആയിഷ ബീബി റളിയല്ലാഹു തആല എനിക്ക് പുണ്യനബി പഠിപ്പിച്ചു കൊടുത്ത ദുആ സജീവമായിട്ട് എല്ലാ രാത്രികളിലും ഇനി വേണ്ട ദുആ നമുക്കൊന്ന് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم يا رحيم يا الله.
പരിശുദ്ധമായ റമദാനിന്റെ വിട പറയാൻ പോകുന്ന വെള്ളിയാഴ്ച രാവിന്റെ എല്ലാ പോരിശ നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ. ഈ റമദാൻ ഉടനീളം കഴിഞ്ഞുപോയ വെള്ളിയാഴ്ചകളടക്കം 4 വെള്ളിയാഴ്ചയും കബൂലാകണം. ബാക്കിയുള്ള ദിവസങ്ങൾ കബൂലാകണം. റമദാൻ മൊത്തം കബൂലാകണം. എന്താ മാർഗം? ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുള്ള മാർഗം. അമ്പിയാക്കൾ കാണിച്ചു തന്നിട്ടുണ്ട് അതിനുള്ള മാർഗം. എന്താ? അതിന്റെ കബൂലിയത്തിന് വേണ്ടി ദുആ. ഈ ദുആ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഈ ദുആ കൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പായതുകൊണ്ടാണ് സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുകൊണ്ട് ദുആ ഇരുന്നത്. ഇസ്മായിൽ നബി ഉറക്ക ആമീൻ പറഞ്ഞത് വലിയ ഇജാബത്താണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പ്രത്യേകിച്ച് മലക്കുകൾ ആമീൻ പറയും വിശ്വാസികളുടെ ദുആകൾക്ക്. അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. അതുകൊണ്ട് ആ ഒരു ദുആ ഇക്കൊല്ലത്തെ റമദാൻ കബൂലാകാനുള്ള ദുആ ഞാൻ ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ള സൂറത്തുൽ ഖദറാണ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങളെല്ലാം പറയുന്ന സൂറത്താണ്. അതുകൊണ്ട് പുണ്യം ഒട്ടും കുറയാതെ നമുക്ക് കിട്ടാൻ കാരണമാകും. മാത്രമല്ല ഇനിയുള്ള രാവുകളിൽ സജീവമായിട്ട് ഓതിയാൽ ജീവിതത്തിൽ ഒരുപാട് ഖൈറും ബറക്കത്തും ഇതുകൊണ്ട് തന്നെ കാരണമാകും. ഹദീസിൽ കാണാം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് സൂറത്തുൽ ഖദർ ഒരു 3 വട്ടം റാഹത്തായിട്ട് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇനി സാധാരണ നമ്മൾ ഓതാറുള്ള പ്രത്യേക ദിക്ർ ദുആ ഇതിലേക്ക് നമ്മൾ കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ ഓതാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്
പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു, ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദത്തു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. യാ അലീം യാ അലീം യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതമടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹറുണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا
كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بك كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ ചില ബൈത്തിന്റെ ഇരടികളാണ്. എന്താ പ്രത്യേകത? അത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചാൽ ഈമാനിലേ മരിക്കുള്ളൂ. ഈമാൻ ഉറപ്പാണ് മരണപ്പെടുമ്പോൾ. അത്ര മഹാന്മാർ വാക്കു പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ വരികളാണ്, തൗബയുടെ വരികളാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്ക് കൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം.
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله. 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 صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു
صوم غد عن أداء فرض رمضان هذه السنة لله تعالى. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യാനും ദിക്ർ ചൊല്ലാനും സമ്മേളിച്ച ഞങ്ങൾക്ക്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് റബ്ബേ നീ പാപമോചനം നൽകണേ അല്ലാഹ്, അഫൂ നൽകണേ റബ്ബേ. ഇന്നത്തെ രാവിന്റെ എല്ലാ പോരിശ കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. നിന്റെ മുന്നിലേക്കല്ലാതെ വരാൻ ഞങ്ങൾക്ക് മറ്റൊരിടവുമില്ല റബ്ബേ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ എന്തു ദുആ ചെയ്താലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. പ്രത്യേകിച്ച് റമളാനിന്റെ വെള്ളിയാഴ്ച രാവാണ്, അവസാനത്തെ അഅ്തുകും മിനന്നാറിലെ വെള്ളിയാഴ്ചയാണ്. സാധുക്കളായ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഇന്നത്തെ രാവിൽ നീ വച്ചിരിക്കുന്ന എല്ലാ പോരിശയും ഞങ്ങൾക്ക് തരണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബക്കാര്, കൂട്ടുകാര്, ബന്ധപ്പെട്ടവർ, ഉസ്താദുമാർ, അയൽവാസികൾ, മാതാപിതാക്കള്, അല്ലാഹുവേ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ റബ്ബേ. പടച്ചോനെ, അല്ലാഹുവേ ഞങ്ങൾക്കും ഇതേപോലെ അല്ലാഹുവേ നല്ല നേരത്ത് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്തു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ, ഇത് ഞങ്ങളുടെ ആയുസിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആക്കല്ലേ അല്ലാ, അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് റമളാൻ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാ.
പടച്ചോനെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, ശരീരവേദനകൾ, അല്ലാഹുവേ മാനസികമായ ഞെരുക്കങ്ങൾ, പ്രശ്നങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, വീടില്ലാത്ത, മക്കളില്ലാത്ത, ജോലിയില്ലാത്ത മുറാദുകൾ കൊണ്ട് അല്ലാഹുവേ ഹാസിലായി കിട്ടാൻ വേണ്ടി വിഷമിക്കുന്ന ഒട്ടനവധി ആളുകളാണ്. എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ മുടങ്ങാതെ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്, ദുആ ചെയ്യുന്നവരാണ്, മജ്ലിസിൽ വരുന്നവരാണ്. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും മാറ്റി റാഹത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളായി ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ റബ്ബേ ഇക്കൊല്ലത്തെ റമളാൻ ഞങ്ങൾ നിന്ന് കബൂലായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്, പോരായ്മ വന്നിട്ടുണ്ട് റബ്ബേ. പല ദിവസവും ഞങ്ങൾക്ക് നിസ്കാരങ്ങൾ പോലും നഷ്ടമായിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പിൽ ഒരുപാട് കുറവുകളാണ് റബ്ബേ. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവസാനത്തെ വെള്ളിയാഴ്ച രാവും റബ്ബേ ഇന്ന് റമളാനിന്റെ ലൈലത്തുൽ ഖദർ ഇക്കൊല്ലത്തെ ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദറിന് വളരെ സാധ്യതയുള്ള ഒരു രാവിലാണ് ഞങ്ങളുള്ളത്. പടച്ചോനെ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത തരത്തില് അല്ലാഹുവേ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുമ്പോ ആ മലക്കുകളുടെ ആമീന് കൊണ്ട് റബ്ബേ അവരുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം തരണേ അല്ലാ. ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിക്കുന്നവരിൽ, മുസാവഹത്ത് ചെയ്യുന്നവരിൽ റബ്ബേ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നിങ്ങൾ സാധുക്കളാന്ന് നിനക്കറിയാലോ റബ്ബേ, നിങ്ങൾ പാവപ്പെട്ടവരാന്നറിയാലോ റബ്ബേ. ഞങ്ങളുടെ അമലുകൾക്കൊരു പ്രതീക്ഷയുമില്ല, നിന്റെ റഹ്മത്തിനാണ് പ്രതീക്ഷയുള്ളത്. ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഇതുക്കും മിനന്നാർ, നരകമോചനം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളും, തറാവീഹ് അടക്കമുള്ള എല്ലാ ഹസനത്തുകളും റബ്ബേ, ഞങ്ങളുടെ ഹദിയകൾ അല്ലാഹുവേ എത്ര പേരാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഹദിയ അയച്ചു തന്നിട്ടുള്ളത്. അല്ലാഹുവേ എല്ലാവർക്കും എല്ലാവരുടെ മുറാദും അറിയാവുന്ന റബ്ബേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ ഈ നന്മയുടെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് റബ്ബേ. പടച്ചോനെ അതിൻ്റെ കൂലി നിനക്ക് കൊടുത്താൽ മാത്രമേ മതി വരികയുള്ളൂ. അത് നിനക്കല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അവർക്കും ഞങ്ങൾക്കും കൂലി നിറച്ചു തരണേ അല്ലാ. അടുത്ത റമദാനിൽ അല്ലാഹുവേ റമദാനിന് മുമ്പ് ഖബറിൽ പോകേണ്ട അവസ്ഥ വരുത്താതെ ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കള്, മാതാപിതാക്കള്, ഉസ്താദുമാര്, കുടുംബങ്ങൾ, കൂട്ടുകാർ, അയൽവാസികൾ, ബന്ധപ്പെട്ടവർ, മുഹബ്ബീങ്ങൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അല്ലാഹുവേ ഭക്ഷണം തരുന്നവർ, നോമ്പ് തുറക്കുന്നവർ, തുറപ്പിക്കുന്നവർ, ഞങ്ങളുടെ മജ്‌ലിസിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുന്നവർ, ലോക മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തികൾ, ഫലസ്തീനിന്റെ പാവപ്പെട്ട മക്കള്, എല്ലാവരെയും നിന്റെ നസ്റ് കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാ, സഹായിക്കണേ റബ്ബേ. പ്രത്യേകിച്ച് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഉമ്മ ഇന്ന് ഖബറിലേക്ക് പോയിട്ടുണ്ട് റബ്ബേ. റമളാനിന്റെ അവസാനത്തെ പത്തിൽ മരിക്കാൻ കൊതിച്ച് കിടന്ന ഉമ്മയാണ് റബ്ബേ. ഭാഗ്യത്തിന് തെരഞ്ഞെടുത്തതുപോലെ റബ്ബേ ഖബറും നീ ഭാഗ്യത്തിന്റെ ഭവനമാക്കണേ അല്ലാ. റമളാനിൽ മരിച്ചുപോയ എത്രയോ സ്വാലിഹീങ്ങളാണ് റബ്ബേ, എത്രയോ മഹാന്മാരാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ മരിച്ചുപോയ, ഞങ്ങളുടെ മഹല്ലത്തിലെ മരിച്ചുപോയ ഓരോരുത്തരുടെയും എത്ര പേരാണ് ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂടെ അല്ലാഹുവേ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ, അൻവാറെ ഫജറിന്റെ മജ്‌ലിസിലൊക്കെ സജീവമായി പങ്കെടുത്ത പലരും ഖബറിൽ പോയിട്ടുണ്ട്. ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗമാക്കണേ റബ്ബേ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ.
اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير نعم المولى ونعم النصير اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو كريم تحب العفو فاعف عنا يا كريم يا رحيم يا الله اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته